ജീവിത വിജയത്തിന് ആത്മധൈര്യം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ശാരീരികമായ രോഗങ്ങളോ സാമ്പത്തിക തകർച്ചയോ ആത്മധൈര്യത്തോടെ മുന്നേറുന്നത് ഏറ്റവും പ്രയോജനകരം. പക്ഷെ ഏത് വലിയ ആത്മധൈര്യവും ദൈവാശ്രയത്തോളം അടുത്തു വരികയും യേശുക്രിസ്തുവിനെ വിട്ട് സ്വന്തം തൊഴിലിലേക്ക് കടന്നുപോയ പത്രോസിനെ നാം കാണുന്നു. പത്രോസിന് നല്ല ഉറപ്പുണ്ട്, കർത്താവ് പോയെങ്കിൽ എനിക്ക് വല വീശാൻ അറിയാം. ഗലീല കടലിൽ ആവശ്യം പോലെ മത്സ്യങ്ങളുമുണ്ട്. നാളുകളായി ചെയ്ത ജോലി ആയതുകൊണ്ട് ആ ജോലിയിൽ നൈപുണ്യമുള്ളവനും ആ ആത്മധൈര്യമാണ് ഞാൻ പോകുന്നു മീൻ പിടിക്കുവാൻ. ആ രാത്രിയിൽ എവിടെന്നോ ഒരു വലയൊപ്പിച്ച് ഗലീല കടലിൽ മീൻ പിടിക്കുവാൻ വേണ്ടി അവർ കടന്നു പോകുന്നത് ഈ ജോലിയോടുള്ള അവരുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമല്ല, ഈ ജോലിയിലുള്ള അവരുടെ നൈപുണ്യവും അവരുടെ കഴിവും അവരുടെ ആത്മവിശ്വാസവും എല്ലാം അതിൽ പ്രതിഫലിക്കുകയാണ്. പക്ഷെ ആ യാത്രയിൽ ആത്മവിശ്വാസത്തും കൊണ്ട് ഒരു പ്രയോജനം അവർക്കുണ്ടായി. ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും അവർക്ക് ലഭിച്ചില്ല. നേരം വെളുത്തപ്പോൾ അവർ മാനസികമായും ശാരീരികമായും ആകെ തളർന്നവരാണ്. അവരുടെ ആത്മവിശ്വാസവും തളർന്നു കാണും. എന്തിനു വേണ്ടിയാണ് ഒരു രാത്രി മുഴുവൻ അവർ വല വീശിയത്? അവർ അധ്വാനിച്ചത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അത് അവരുടെ അധ്വാനം കൊണ്ട് അവർക്ക് ലഭിക്കാതെ പോയപ്പോൾ അവർ ചിന്തിക്കാത്ത സമയത്ത് അവരുടെ ആഹാരവുമായി കർത്താവ് കടൽക്കരയിലേക്ക് വന്നു. ആത്മധൈര്യം നല്ലതാണ്, പ്രയോജനമുള്ളതാണ്. പക്ഷേ ദൈവാശ്രയത്തോളം ഒരിക്കലും അടുത്തു വരികയില്ല ആത്മധൈര്യം.